സാറിൻ്റെ ഒരുപാട് കാസറ്റ്സ് ട്രാക്ക് പാടാനായിട്ട് ഉള്ള അവസരം. അന്നൊക്കെ ട്രാക്ക് സിംഗിങ് ഉണ്ട്. അപ്പോൾ അന്നൊക്കെ ഒരു കാസറ്റിന് 10 പാട്ടുണ്ടെങ്കിൽ 10 പാട്ട് സാറ് കമ്പോസ് ചെയ്തൊരു കാസറ്റിൽ ട്യൂണിങ്ങിന് പാടി തരും. സാറിൻ്റെ വീട്ടിൽ നിന്ന് ഫോട്ടോ കോപ്പി എടുത്ത് ലിറിക്സും ഉണ്ടാവും. ഇത് വെച്ച് കേൾക്കുമ്പോൾ ഒരു പാട്ട് തന്നെ ഒരു 20 മിനിറ്റോളമൊക്കെ സാർ പാടും. അപ്പോൾ ഒരു തുടക്കത്തിലൊരു ലൈൻ തന്നെ പാടി വരുമ്പോൾ വേറെ രീതിയിലാവും, മറിഞ്ഞു പോകും. ആദ്യത്തെ കാസറ്റ് കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാക്കാൻ പോലും പറ്റാതെ ഞാൻ തിരിച്ച് സാറിൻ്റെ അടുത്ത് പോയി, സാർ ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സാറ് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അത് ഉപയോഗിച്ച് വീണ്ടും 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 അത് പഠിക്കാനും. ഒരു കാസറ്റ് സാറിൻ്റെ 10 പാട്ട് ട്രാക്ക് പാടാൻ അന്ന് ഓരോ കാസറ്റിന് വേണ്ടിയിട്ടുള്ള ട്രാക്ക് പാടുമ്പോഴും ആ പാട്ടുകൾ പഠിക്കുമ്പോഴും ഒക്കെ എങ്ങനെയാണ് ഒരു ലളിതഗാനം അല്ലെങ്കിൽ ശാസ്ത്രീയതര ഗാനങ്ങൾ നൊട്ടേറ്റ് ചെയ്യേണ്ടത്, അത് എളുപ്പം നമുക്ക് ഓർത്ത് പാടത്തക്ക വിധത്തിൽ എന്തൊക്കെ നൊട്ടേറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഐഡിയാസൊക്കെ കുറച്ച് സാറ് പറഞ്ഞു. പിന്നെ എൻ്റെ വിക്രികളിലൂടെ ഞാൻ അങ്ങനെ സ്വയം ഡെവലപ്പ് ചെയ്യാനുള്ളൊരു വലിയ ഒരു കാസറ്റ് പഠിക്കാൻ തരുന്നത് എനിക്ക് തോന്നുന്നു ഒരു വലിയ ടെക്സ്റ്റ് പഠിച്ചു തീർക്കുന്ന അത്രയും സ്ട്രെയിൻ എടുത്തിരുന്നു. അത്രത്തോളം നമ്മുടെ ഉള്ളിലെ മ്യൂസിക്കാലിറ്റി ഒരുപാട് റിഫൈൻഡ് ആൻഡ് ഇംപ്രൂവ്ഡ് ആയിട്ട് മാറിയിരുന്നു. സാറിൻ്റെ എല്ലാ പാട്ടുകളിലും രാഗാധിഷ്ഠിതം മാത്രമായ ഒറ്റ രാഗത്തിൽ മാത്രം അധിഷ്ഠിതമായ പാട്ടുകൾ സാർ ക്രമേണ ആ ശൈലി അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് പലപ്പോഴും ഭംഗിയുള്ള ചേഞ്ചസ് വരുത്തി ചെയ്യുന്നത്. അത് ഫസ്റ്റ് ആ കാസറ്റിൽ നിന്ന് കേട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെയിനാണ്. അത് മനസ്സിൽ അന്നത്തെ മ്യൂസിക്കൽ അറിവ് വെച്ചിട്ട് നമുക്ക് ഭയങ്കര സ്ട്രെയിനായിരുന്നു. പിന്നീട് അത് നമുക്ക് ആ ഒരു ട്രിക്ക് നമുക്ക് സ്വായത്തമാക്കാൻ അതെൻ്റെ ജീവിതത്തിലെ സംഗീത ജീവിതത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നീട് സാറിൻ്റെ സിനിമാ പാട്ടുകൾ വെറുതെ പാടാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പോൾ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുമ്പിൽ രാവ് നിലാപ്പൂവ് പാരാകെ ഒരു പൂങ്കാവ് പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. പിന്നെ ബട്ടർഫ്ലൈസ് പാടാത്ത പാട്ടിന്റെ കേൾക്കാത്ത രാഗമാണ് നീ സ്വപ്നമോഹിനി. എത്ര പാട്ടുകളാണ് ചെയ്ത പാട്ടുകളിൽ എല്ലാം നമുക്ക് ഓർക്കാനും ആ പാട്ടുകളെല്ലാം വ്യത്യസ്തങ്ങളുമായിരുന്നു. ഇപ്പോൾ നീ ഇതളായി തെളിയും വരമായി നിറമായി ഈ പാട്ട് ഇന്നലെ എന്ന ചിത്രത്തിലെ പാട്ട്, അതിനകത്തുള്ള എല്ലാ പാട്ടുകളും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്, പാടാൻ പ്രയാസമുള്ള പാട്ടുകളാണ്. ഫോർ എക്സാമ്പിൾ ദൂരദർശനിലെ ഗാനവീഥി എന്നുള്ള പ്രോഗ്രാമിൽ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സ്പെഷ്യലിൽ യാതൊരു ഓർക്കസ്ട്രയുടെയും സഹായമില്ലാതെ ഈ 2 പാട്ടുകളൊക്കെ പാടുമ്പോൾ പലപ്പോഴും പല്ലവിയിൽ നിന്ന് അനുപല്ലവിയിലേക്ക് എങ്ങനെ കടന്നു പോകും, അടുത്ത അതെങ്ങനെയാണെന്നുള്ളത് പോലും ചിന്തിച്ച് ഇരിക്കത്തക്ക വിധത്തിലുള്ള സ്റ്റേജസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നത് അതല്ല, കൈതപ്പുറം സാറിനോട് ഇപ്പോൾ ചോദിക്കുമ്പോഴും സാർ ഉറക്കെ ചിരിക്കും. അത് ല ല ല ല എന്ന് എഴുതിയ ട്യൂണിന് സാറ് നീ ബിൻ പൂ പോൽ എന്ന് എഴുതിയ കുസൃതി, അത് ഇതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ സാർ ഉറക്കെ ചിരിക്കുന്ന എൻ്റെ മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സാറിൻ്റെ പാട്ടുകൾ തന്ന് ട്രാക്ക് പാടുന്നതിൽ നിന്ന് പെട്ടെന്ന് സാറിൻ്റെ സിനിമാ പാട്ടുകളിലേക്ക് ചാടിക്കടന്നു തിരിച്ച് ട്രാക്ക് സിംഗിങ്ങിലേക്ക് തന്നെ വരാം. ഞാനിപ്പോഴും ഏതെങ്കിലും ഒരു ഭക്തിഗാന പ്രോഗ്രാമോ അല്ലെങ്കിൽ ഈവൻ ഒരു ഡിവോഷണൽ ആംബിയൻസ് ഉള്ള സ്ഥലത്ത് ഒരു ശ്ലോകം പാടൂ എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് സാറിൻ്റെ സംഗീത സംവിധാനത്തിൽ ഞാൻ പണ്ട് പാടിയ ഒരു ട്രാക്കിന് വേണ്ടി പാടിയ വാരണാസ്യം ഹേമവർണം മംഗളാംഗം മനോഹരം ഗൗരീപുത്രം ഗണശ്രേഷ്ഠം വിഘ്നനാശകം നമാമ്യഹം. ഇതാണ് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരുന്നത്. തങ്കൻ തിരുവട്ടാർ സാറിൻ്റെ ഒരുപാട് പാട്ടുകളിൽ സാഹിത്യപരമായി ഇടപഴകുകയും ഒക്കെ സന്തത സഹചാരിയായിരിക്കുന്ന തങ്കൻ സാർ എഴുതിയ പാട്ടാണ്. നേരത്തെ പറഞ്ഞ സുഖിയപൂരം, ഒരുപാട് ലളിതഗാനങ്ങൾ, ഇപ്പോൾ ഒരുപാട് ലളിതഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ 2 പേരുടെയും തൂലികയിൽ ഒരു കൂട്ടായ്മയിൽ പിറന്ന
പാട്ടുകളുണ്ട്. പിന്നീട് ശാസ്ത്രീയ സംഗീതം ഈ കോവിഡ് സമയത്തൊക്കെയുള്ള പെരുമ്പാവൂർ സാറിൻ്റെ നമ്മളെയൊക്കെ മ്യൂസിക്കലി കണക്റ്റഡ് ആക്കിയിരുത്താൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോൾ മിക്കവാറും ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെ വരും. അതിൽ നിന്ന് പാട്ടുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. പല ഫോൺ കോൾസും റെക്കോർഡ് ചെയ്ത് ഞാനിപ്പോഴും വെച്ചിട്ടുണ്ട്. ഒക്കെ കേട്ട് പഠിക്കണം. ആ സാറ് പറയുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ടൊക്കെ ആലോചിക്കണം എന്നൊക്കെ വിചാരിച്ച് ഇപ്പോഴും ഒരു വലിയൊരു ഹോംവർക്ക് എൻ്റെ മുമ്പിൽ പെൻഡിങ് ആണ്. അതൊക്കെ ചെയ്യണം. പിന്നെ ഇതിനെല്ലാം ഉപരി ജീവിതത്തെക്കുറിച്ച് വളരെ അതിനെക്കുറിച്ച് എനിക്ക് വാക്കുകളായിട്ട് പറയാനില്ല. എപ്പോഴും സാറിനെ വിളിച്ച് സാർ സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നൊരു എന്തോ ഇപ്പോഴും എൻ്റെ ഉള്ളിലെ ഭയമല്ല ബഹുമാനം എന്നെ പലപ്പോഴും അതിര് കടന്ന് അദ്ദേഹത്തിന് എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യാൻ എന്നെ അനുവദിക്കാറില്ല. എങ്കിലും മനസ്സിൽ എപ്പോഴും നമുക്ക് ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരല്പം ടെൻഷനോ പ്രഷറോ സ്ട്രെസ്സോ എന്തെങ്കിലുമൊക്കെ പ്രൊഫഷണൽ ആസ്പെക്ട്സിലൊക്കെ ഉള്ളപ്പോൾ ഏതെങ്കിലും ഒരു സന്ധ്യ നേരത്തെ സാറിൻ്റെ സൗകര്യം ചോദിച്ചിട്ട് സാറിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. മ്യൂസിക് വളരെ കുറച്ചൊരു പെരിഫറൽ ടോക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ തണലിലിരിക്കുമ്പോൾ മനസ്സ് വളരെ ശാന്തമാവുകയും ധന്യമാണ് നമ്മുടെ എല്ലാവരുടെയും സംഗീത ജീവിതം ഒരുപോലെ ധന്യമാണ് എല്ലാവരുടെയും സംഗീത ജീവിതം. ഒരുപാട് ഇനി മുൻപിലേക്ക് ഒരുപാട് സംഗീത ലോകത്ത് എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇനി ഒരുപാടുണ്ട് ഇത് പഠിക്കാൻ എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ആ ധന്യത എൻ്റെ സംഗീത ജീവിതത്തിന് ധന്യത നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഗുരുപ്രസാദത്തിന് മുമ്പിൽ നമസ്തേ.